അവളിനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ ശ്രീദേവി അവൾക്ക് ശരിക്കും അറിയില്ല. ഇത്രയും നാളും പെണ്ണാണെന്ന പരിഗണന നൽകിയാ ഞാൻ അവളെ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ ദത്തൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് കയറിയ ദിവസം തന്നെ ചൂടെടുത്ത് അടിച്ച് ഓടിച്ചേനെ ഞാൻ അവളെ. തനുവിനെ കുറിച്ച് മനസ്സിലോർക്കും തോറും അവർ പകയോടെ ഓരോന്നും മുരണ്ടുകൊണ്ടിരുന്നു. തൊട്ടടുത്തിരുന്നുകൊണ്ട് രാജശേഖരൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അയാൾ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ തനുവിനോട് അയാൾക്കും വലിയ മമതയൊന്നും ഇല്ലല്ലോ. എന്നാലും രാജിക്ക് എങ്ങനെ കഴിയുന്ന അവളോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കാൻ? ആ രേവതികാരനെ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് രാജിക്കായിരുന്നില്ലേ? എന്നിട്ട് അവളുടെ കുടുംബത്തിലെ പെണ്ണിനെ ഇത്രയൊക്കെ സ്നേഹിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു? അവർ ആരോടുന്നില്ല പറയുന്നേട്ട് രാജശേഖരൻ മുഖമുയർത്തി അവരെ നോക്കി. രാജിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ ദേവി. അവൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. തന്നോട് തെറ്റിയുന്നവരോട് പോലും അവൾ ക്ഷമിക്കാറേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അവളുടെ ജീവിതം ഇങ്ങനെ ആയത്. അന്ന് സൂര്യന്റെ കാര്യത്തിൽ അവൾ ഒരല്പം സ്വാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് പല നഷ്ടങ്ങളും ഒഴിവാക്കായിരുന്നു. അയാൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് അടിച്ച് ടേബിളിന് മേലേക്ക് വെച്ചു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. എന്തായാലും നഷ്ടപ്പെടാവുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ, സൂര്യേട്ടൻ, രാജിയുടെ ജീവിതം, അങ്ങനെ പലതും. ഇനി അതുപോലെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് അടിച്ചിറക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോനെ കൂടി നഷ്ടാവും. ഇത്രയും ദിവസം അവളൊരു പെണ്ണല്ലേന്ന് ഓർത്ത് അവളോട് എനിക്ക് ചെറിയ കരുണ തോന്നിയിരുന്നു. ഇന്നത്തെ അവളുടെ പ്രകടനം കൊണ്ട് അതും ഇല്ലാതായി. ഇനി മുതൽ രേവതിയെ പോലെ അവളും എന്റെ ശത്രുസ്ഥാനം തന്നെയാണ്. വെറുതെ വിടില്ല ഞാൻ അവളെ. വർദ്ധിച്ച പകയോട് അവർ പറഞ്ഞു. രാജശേഖരൻ അവരെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവരുടെ ഉള്ളിലാണ് ആ അഗ്നി അയാൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. മോളെ. മുറിയിലെ സോഫയിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന തനു രാജേശ്വരിയുടെ ശബ്ദം കേട്ടോ തിരിഞ്ഞു നോക്കി. എന്താ അപ്പച്ചി? കയ്യിലൊരു പ്ലേറ്റുമായി നിൽക്കുന്ന രാജേശ്വരിയുടെ അയാൾ ചോദിച്ചു. ഞാൻ ദേ മോൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നാ. അവർ പറഞ്ഞു കേട്ട് തനു അവരെ നോക്കി. എന്തുകൊണ്ടോ വല്ലാത്തൊരു ഇഷ്ടം അവൾക്ക് അവരോട് തോന്നി. ഈ വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടിയിരുന്ന സ്ത്രീ ഇവരല്ലേ? എന്നിട്ട് ഇവർ കാണിക്കുന്ന കരുണ പോലും ഇവിടെയുള്ള മറ്റുള്ളവർ കാണിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കും തോറും ആൾക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും തോന്നി. എന്താ മോളെ ആലോചിക്കുന്നത്? വന്നിതെടുത്ത് കഴിക്ക്. ആരോടെ മുന്നിലായിട്ടിരുന്ന കുഞ്ഞു ടീപ്പോയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ഒരു നിമിഷം അവൾ ആ ഭക്ഷണത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അതിലേക്ക് നോക്കിയിരിക്കും തോറും അവളുടെ മനസ്സിലേക്ക് ശ്രീദേവി പറഞ്ഞ വാചകങ്ങൾ കടന്നു വന്നു. അഷ്ടിക ഗതിയില്ലാത്തയിടത്തും വലിഞ്ഞു കയറി വന്നിട്ട് 4 നേരം തിന്നാനും കുടിക്കാനും കിട്ടി ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ടപ്പോ അവള് ഞങ്ങളുടെ നേരെ നിന്ന് ചെലക്കുന്നു. ശ്രീദേവിയുടെ നാവിൽ നിന്ന് വീണ വിഷം തുപ്പിയ വാക്കുകൾ തന്റെ ചെവിയിലൂടെ വീണ്ടും വീണ്ടും അലയടിക്കുന്നതായി അവൾക്ക് തോന്നി. ഒരു നിമിഷം അവൾ തന്റെ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു. ശേഷം പതിയെ കണ്ണുകൾ തുറന്ന് രാജേശ്വരി ഒന്ന് നോക്കി. എനിക്കൊന്നും വേണ്ട അപ്പച്ചി, വിശപ്പില്ല. അവർ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണത്തിലേക്ക് നോക്കിയ ശേഷം അവൾ മുഖമുയർത്തി അവരോടായി പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ട് ഒരു നിമിഷം അവർ അവളെ തന്നെ നോക്കി നിന്നു. ശേഷം ഒന്ന് പതിയെ പുഞ്ചിരിച്ചു. വാശിയും ദേഷ്യമൊന്നും ഭക്ഷണത്തോട് കാണിക്കേണ്ട മോളെ. തൽക്കാലം മറ്റൊന്നും ഓർക്കാതെ മോളിപ്പ് ഇതെടുത്ത് കഴിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവർ ആ പ്ലേറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടി. എന്നാൽ അവൾ അത് നോക്കിയൊന്ന് പുച്ഛിച്ചിരിക്കുകയാണ് ചെയ്ത്. ഭക്ഷണത്തെ ഞാൻ ഒരിക്കലും നിന്ദിക്കില്ല അപ്പച്ചി. കാരണം വിശപ്പിന്റെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അച്ഛനും അമ്മയും മരിച്ച ശേഷം എന്നെ അനിയത്തെയും വളർത്താനായിട്ട് ചിറ്റി അപ്പൂപ്പനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രായാധിക്യം കൊണ്ട് പല അസുഖങ്ങൾ കാരണവും അപ്പൂപ്പന് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഹാരത്തിന്റെ വില നന്നായിട്ട് തന്നെ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ ഭക്ഷണം ഞാൻ കഴിച്ചാൽ ഒരിക്കലും അതിന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല അപ്പച്ചി. വാശിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവൾ മുഖം തിരിച്ചപ്പോഴേക്കും താൻ പറഞ്ഞൊക്കെയും കേട്ടുകൊണ്ട് മാറിൽ കൈകെട്ടി വാതിൽ പഴി ചാരി നിൽക്കുന്ന ദത്തനെ കണ്ട് അവളൊന്ന് പതറി. ഒരു നിമിഷം അവരിരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. അപ്പോഴേക്കും രാജേശ്വരി അവനെ കണ്ടിരുന്നു. ദത്തിനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വന്ന് രാജേശ്വരിയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ചു. അപ്പച്ചി പോയിക്കോളൂ, ഇത് ഞാൻ തന്നെ തനുവിന് കൊടുത്തേക്കാം. അവൻ പറഞ്ഞു കേട്ട് അവർ ആശങ്കയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പേടിക്കേണ്ട അപ്പച്ചി, അപ്പച്ചിയുടെ സീമന്തപുത്രിയെ ഇനി ഞാനൊന്നും ചെയ്യില്ല. അപ്പച്ചി ധൈര്യമായിട്ട് പോയിക്കോ. എന്തുകൊണ്ടോ അവന്റെ ആ വാക്കുകൾ എതിർക്കാൻ അവർക്ക് തോന്നിയില്ല. മുഖം കുനിച്ചിരിക്കുന്ന തനുവിനെ നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം അവർ പോകുന്നത് നോക്കുന്ന ദത്തൻ വാതിൽ ചേർത്തടച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നിരുന്നു. തന്റെ അരികിലേക്ക് വന്നിരുന്ന ദത്തനെ കണ്ട് അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. പെട്ടെന്ന് തന്റെ കയ്യിൽ അവന്റെ പിടി വീണതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. തന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദത്തനെ കണ്ട് അവളൊന്ന് പതറി. അവൾ അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈകളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവന്റെ കൈകളുടെ ബലത്തിൽ അവൾക്കതിന് സാധിച്ചിരുന്നില്ല. എന്റെ കൈവിട്. അവൻ തന്റെ കൈകൾ വിടുന്നില്ലെന്ന് കണ്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഒരു നിമിഷം അവളെ നോക്കി കള്ളച്ചിരി ഇരിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്കൊന്ന് വലിച്ചു. അവൻ പിടിച്ചു വലിച്ചതും അവൾ ബാലൻസ് കിട്ടാൻ നേരെ അവന്റെ മടിയിലേക്ക് ചെന്ന് വീണു.
അവന്റെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു പോയവൾ ഞെട്ടിലോട് അവനിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ അവളെ തന്റെ ഇരുകൈകൾ കൊണ്ട് അടക്കി പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. പെട്ടെന്ന് അവനിൽ നിന്ന് അങ്ങനെ നീക്കം പ്രതീക്ഷിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു പോയി. രാജേശ്വരി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശ്രീദേവി രാജശേഖരൻ ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ, തമ്പുരാട്ടിയുടെ ഊട്ട് കഴിഞ്ഞോ? അവളെ കണ്ടത് ശ്രീദേവി പുച്ഛത്തോടെ ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ രാജേശ്വരി അവരെ നോക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു. രാജി, ഞാൻ നല്ലപോലെ പറയാ, ആ പെണ്ണിന്റെ പിന്നാലെയുള്ള നിന്നെ നടപ്പങ്ങ് അവസാനിപ്പിച്ചോണം. തിന്നാനും കുടിക്കാനൊക്കെ അവളുടെ കാൽ കീഴിൽ കൊണ്ട് എത്തിച്ചാലേ പറ്റുള്ളൂ. അവളുടെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. വേണമെന്നുള്ളവർ വന്നെടുത്ത് കഴിക്കട്ടെ. അതുപോലെ അവളുമായിട്ട് നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പവും വേണ്ട. അവളും അവളുടെ വീട്ടുകാരൊക്കെ പണി തരാൻ മിടിക്കലാണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. ഒരിക്കലും നിന്നെ ചുറ്റിപ്പറ്റി നടന്നവളാ. ഒടുവിൽ നിന്റെ ജീവൻ തന്നെ തകർത്ത് കളഞ്ഞ്. ഇപ്പൊ അവളുടെ ഉദ്ദേശത്തോടുകൂടിയായിരിക്കും ഇവളിങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്. മനസ്സിൽ തനുവിനോടുള്ള ദേഷ്യം ഒട്ടും കുറക്കാതെ തന്നെ അവർ രാജേശ്വരിയുടെയായി പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് രാജേശ്വരി ഒരു നിമിഷം അവരെ തന്നെ നോക്കിയിരുന്ന ശേഷം പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പൊ ഏടത്തി പറഞ്ഞ ഓരോ വാക്കുകൾക്കുള്ള മറുപടി കൃത്യമായിട്ട് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പിന്നെ ഏടത്തി ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകൾ ഒരു സമയത്ത് ഏടത്തിക്ക് തിരിച്ചെടുക്കേണ്ടി വരും. അന്ന് പകയുടെ പേരിൽ വാക്കുകൾ കൊണ്ട് കുത്തിക്കേറിയ തനുശ്രീ എന്ന പെണ്ണിനെ ഈ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിക്കേണ്ടി വരും ഏടത്തി. അന്ന് ഈ നെഞ്ചു പൊട്ടിക്കരയാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശ്രീദേവിയെ നോക്കി കടുത്ത ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് രാജേശ്വരി എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. അപ്പോഴേക്ക് അവരുടെ നാവിൽ നിന്ന് വീണ മൂർച്ചയേറിയ വാക്കുകൾ കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു ശ്രീദേവിയും രാജശേഖരനും. ദത്തിന്റെ പ്രവൃത്തിയിൽ പകച്ചുപോയ തനുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവനിൽ നിന്നൊന്ന് അകന്നു മാറാനോ പ്രതികരിക്കാനോ കഴിയാതെ അവൾ അവന്റെ കരവരത്തിൽ ഒതുങ്ങി അതേ ഇരിപ്പിരുന്നു. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. മുഖം അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വന്നു. അവനിടം കൈകൊണ്ട് അവളുടെ തല തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. ദിവസങ്ങളോളമുള്ള ഉറക്കമില്ലായ്മ അവളെ തളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്ക് അവന്റെ നെഞ്ചിലെ ചൂടിൽ പതുങ്ങിയിരുന്നുകൊണ്ട് അവൾ നിദ്ര പുൽകി. അവൾ ഗാഠമായ നിദ്രയിലേക്ക് കടന്നു. അവനവളുടെ മുഖത്തേക്കും നോക്കി. കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്നവളെ കണ്ട് അവന് വല്ലാത്ത വാത്സല്യം തോന്നി. അവനൊരു പുഞ്ചിരിയോടെ അവളെ നെറുകിലൊന്ന് അമർത്തി മുത്തിയ ശേഷം അവൾ ഒന്നുകൂടെ തന്നെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. ശേഷം അവനും ഹെഡ് ഡ്രസ്സിലേക്ക് തലയാഴ്ച വെച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ മുറുക്കി അടച്ചു. എത്ര സമയം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ദീർഘനേരത്തെ മയക്കം വിട്ടൊഴിഞ്ഞതും തനുപതിയെ കണ്ണുകൾ തുറന്നു. ഒരു നിമിഷം അവൾക്ക് ചുറ്റിനുള്ളതെല്ലാം അവ്യക്തമായിരുന്നു. അവൾ കണ്ണൊന്നുകൂടി ചിമ്മി തുറന്നു. പതിയെ അവൾക്ക് കാഴ്ചകൾ വ്യക്തമായി. അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തന്നെ ആരോ മുറുക്കെ പിടിച്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. ദത്തിന്റെ മടിയിലാണ് താൻ ഇരിക്കുന്നതെന്നും അവൻ തന്നെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് മുറുക്കെ പിടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ തന്റെ കയ്യിൽ കിടന്നൊന്ന് കുതിറി. അപ്പോഴേക്കും അവനും കണ്ണുകൾ തുറന്നിരുന്നു. തന്റെ കയ്യിലിരുന്ന് കുതിർന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ കൂർപ്പിച്ച് നോക്കുന്നുകൊണ്ട് പെണ്ണ്. അവനൊരു ചിരിയോടെ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അവളൊന്ന് ഉയർന്നു പൊങ്ങി അവന്റെ തോളിൽ അമർത്തി പിടിച്ചു. തനു അവന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ദത്തിന്റെ ആർദ്രമായ സ്വരം കാതിൽ പതിച്ചതും തനു ഞെട്ടലോട് അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. അടങ്ങിയിരിക്കും പെണ്ണേ. അവൻ അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. ആദ്യമായിട്ടാണ് അവൻ തന്നോട് ഇത്രയും ആർദ്രമായ സ്വരത്തിൽ സംസാരിക്കുന്നതെന്ന് അവൾ ഓർത്തു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവനെ കണ്ട് അവളൊന്ന് പതറി. എന്നെ വിടാനല്ലേ പറഞ്ഞേ? അവൾ അവന്റെ കയ്യിൽ കിടന്ന് ശക്തമായി കുതിരിക്കൊണ്ടിരുന്നു. അങ്ങനെ വിടാനല്ലല്ലോ പിടിച്ചത്. അവൻ വീണ്ടും പിടിച്ചു. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. എങ്ങനെ നോക്കല്ലേ വേണേ? ഞാനങ്ങ് പേടിച്ചു പോയി. അവൻ പറഞ്ഞിട്ട് ആളവനെ നോക്കി പല്ലടിച്ചു. തന്നോട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള എന്റെ അനുവാദം എന്റെ ദേഹത്ത് തുടരുതെന്ന്. എന്നിട്ട് താനെന്തിനാണോ എന്നെ കയറി പിടിച്ചിരിക്കുന്നത്? ആൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതെന്ത് പറച്ചില്ല തന്നെ മോളെ. തൊടാതെയും പിടിക്കാതെ എങ്ങനെയാ നമ്മൾ നമ്മുടെ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്? അവൻ അവളുടെ ഇടുപ്പിലെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം വാടി. എന്തേ, നമ്മുടെ എഗ്രിമെന്റിന്റെ കാര്യം തനുശ്രീ ചന്ദ്രശേഖർ ഇത്ര പെട്ടെന്നങ്ങ് മറന്നുപോയോ? അവനൊരു ഗൂഢമായ മന്ദഹാസത്തോട് അവളോടായി ചോദിച്ചു. അവൾ അതിന് മറുപടി പറയാതെ തലകുനിച്ചിരുന്നതേയുള്ളൂ. സത്യത്തിൽ അവൾക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ താൻ ഇപ്പോഴും അവന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അവൾ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു. എന്തേ മറുപടിയില്ലേ തനുശ്രീ ചന്ദ്രശേഖരന്? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ അവനെ നിർവികാരതയോടും നോക്കി. തൽക്കാലം ഇപ്പൊ അതൊക്കെ വിട്ടേക്ക്. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പൊ നീ ഇതേ ഇങ്ങോട്ട് ഇരുന്നേ. ആദ്യം ഈ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. അവനവളെ തന്നെ മടിയിൽ നിന്ന് എടുത്തുയർത്തി സോഫയിലേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് വീണ്ടും ശ്രീദേവിയുടെ വാക്കുകൾ കടന്നു വന്നു. അതിന്റെ ഫലമായി അവളുടെ മുഖത്ത് വീണ്ടും ദേഷ്യ ഇരച്ചു കയറി.
എനിക്കെങ്കിലും വേണ്ട നിങ്ങളുടെ ഭക്ഷണം. അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. വെറുതെ വാശി കാണിക്കാത്തനു, മര്യാദക്ക് നീ ഭക്ഷണം എടുത്ത് കഴിക്കുക. അവന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടിയൊന്ന് ചിരിച്ചു. എനിക്ക് ഈ ഭക്ഷണം കഴിച്ച് ഇറങ്ങില്ല സർ. അഷ്ടിക്ക് വകയില്ലായിരുന്നെങ്കിലും ആരുടെയും മുമ്പിൽ ഇറക്കാതെ തന്നെയാ എന്റെ അപ്പൂപ്പനെയും ചിറ്റയും ഞങ്ങൾ നോക്കിയിരുന്നു. അവൾ പുച്ഛത്തോടെ പറയുന്നേട്ട് അവനൊരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. ശേഷം തിരിഞ്ഞടക്കാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. എന്തീ കാണിക്കുന്നത്? എന്നെ വിട്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദക്ക് ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിനോ? ഇല്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. അവൾ അവനോട് എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിന് കുറെ കൈവച്ചുകൊണ്ട് അവളെ തടഞ്ഞു. മിണ്ടരുത്, എന്റെ കൂടെ കഴിയുമ്പോ ഞാൻ പറയുന്ന അനുസരിച്ചോളണം, ഇല്ലെങ്കിൽ അറിയാലോ. ഗൗരവത്തോടെ പറയുന്നേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അമ്മ പറഞ്ഞ് ഇനിയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. അമ്മയുടെ ദേഷ്യം വിഷമം കൊണ്ട് പറഞ്ഞ അവൻ പറഞ്ഞിട്ട് അവളുടെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞു. അതെ, നിങ്ങൾ അമ്മയ്ക്കും മകനും മാത്രമല്ല ദേഷ്യം വിഷമൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കല്ലുകൊണ്ടുണ്ടാക്കിയവരാണല്ലോ. ആർക്ക് ദേഷ്യം വരാൻ പാടില്ല, ആർക്ക് വിഷമിക്കാൻ പാടില്ല, എന്തിന് സ്വാതന്ത്ര്യത്തോടെ ഇരിക്കാൻ പോലും പാടില്ല. അവൾ ദേഷ്യത്തോടെ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനൊക്കെയുള്ള കാരണം നിനക്ക് തന്നെ അറിയാലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. എന്ത് കാരണം? പണ്ടും കണ്ട് ആരെയോ ചതിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടെ എന്നോട് എന്തിനാ പ്രതികാരം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തോ? എല്ലാവരും കൂടി എന്നെ എന്തിനെങ്കിലും ദ്രോഹിക്കുന്നത്? ഞാൻ ജനിക്കുന്നതിന് മുന്നേ നടന്ന സമ്മകൾക്ക് ഞാൻ എന്തിനു ശിക്ഷ അനുഭവിക്കണം? അവൻ നോക്കി ദേഷ്യത്തോടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും തന്നെ നിസ്സഹായ അവസ്ഥ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ശബ്ദമല്ലാതെ പതറിപ്പോകുന്നുണ്ടായിരുന്നു. അത് നിന്റെ ചിറ്റ ചെയ്ത ചതി മൂലം ഈ കുടുംബം അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തിന്റെ പൂർണ്ണ രൂപം നിനക്കറിയാത്തോണ്ടാ താനും നീ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. അവൾ പറഞ്ഞു കേട്ട് അവനൊരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. നിനക്കറിയോ തനു, രേവതി എന്ന സ്ത്രീയുടെ ചെയ്തികളിൽ സൂര്യമംഗലം തറവാണ്ട് അടിവേരാണ് ഇളകിയത്. എന്റെ കുഞ്ഞമാവൻ, സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യമംഗലത്തെ സൂര്യനാരായണൻ, അദ്ദേഹം ഈ നാട് വിട്ടു പോയിട്ട് 22 വർഷങ്ങളായി. സ്വന്തം കുഞ്ഞിനെ താൻ അത്രയേറെ പ്രണയിച്ചവൾ തന്നെ കൊന്നുകളഞ്ഞെന്ന സത്യം തിരിച്ചറിഞ്ഞ വേദന താങ്ങാനാവാതെയാ ആ മനുഷ്യൻ നാട് വിട്ടുപോയത്. എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ വർഷങ്ങളായി ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുക. കുഞ്ഞമ്മാവന്റെ തിരോധാനം മൂലമാണ് മുത്തശ്ശൻ മരണമടയുന്നത്. അമ്മാവൻ പോയതിന് പിന്നാലെ തളർന്നു വീണതായിരുന്നു മുത്തശ്ശൻ. പിന്നീട് എഴുന്നേറ്റിട്ടില്ല. രാമായണത്തിലെ ദശരഥന്റെ അവസ്ഥ, സ്വന്തം മകൻ എവിടെയാണെന്ന് പോലും അറിയാതെ നീറി കഴിഞ്ഞു. പിന്നെ നീ ദിവസവും കാണുന്നില്ലേ രാജേശ്വരി ഒപ്പിച്ചി പ്രണയിച്ചു പോയെന്ന ഒരൊറ്റ കാരണത്താൽ സ്വന്തം ജീവിതം പോലും ഹോമിച്ചുകൊണ്ട് 4 ചുമരുകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങിയാണ് അവര്. ഇത്രയും ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയവർക്ക് അതിന് കാരണക്കാരിയായ രേവതിയുടെ കുടുംബത്തോടും എങ്ങനെ ക്ഷമിക്കാനാവും? നീ തന്നെ പറഞ്ഞു, നിനക്കാണെങ്കിൽ അതിന് സാധിക്കോ? ആൾക്കതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ആളൊന്നും അവനെ തന്നെ നോക്കി നിന്നു. നിനക്കറിയോ, ഓർമ്മ വെച്ച നാളെ എപ്പോഴോ സത്യങ്ങൾ അറിഞ്ഞ നിമിഷം നിന്റെ ചീറ്റയങ്ങ് കൊന്നുകളയാനാ ഞാൻ ആദ്യം തീരുമാനിച്ചത്. അവൻ പറഞ്ഞിട്ട് അവൾ ഞെട്ടിലോടെ അവനെ മുഖമുയർത്തി നോക്കി. പിന്നെ തോന്നി മരണം അവർക്കൊരു രക്ഷപ്പെടലാവൂ എന്ന്. അതുകൊണ്ട് മരണത്തേക്കാൾ വലിയ ശിക്ഷ തന്നെ അവർക്ക് നൽകണം തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള വഴികൾ തിരയുന്നതിന്റെ ഇടയിലാ നിന്നെ കുറിച്ച് അറിയുന്നത്. അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെ വേദനിപ്പിച്ചാൽ അവർക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോഴാ എന്റെ കണ്ണുകൾ നിന്റെ നേരെ നീണ്ടത്. പിന്നെ നിന്നെ എങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ തകർക്കുക എന്ന ചിന്തകളായിരുന്നു. അങ്ങനെയാ നിന്നിലൂടെ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ സമയം ഒരിക്കലും നിന്റെ ശരീരത്തെ നോവിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഓപ്ഷനും IVF തന്നെയായിരുന്നു. പക്ഷെ അന്ന് നിന്നെ സിദ്ധുവിന്റെ ഓഫീസിൽ വെച്ച് കണ്ട ആ നിമിഷമാണ് തന്നെ ജീവിതത്തിൽ ആദ്യമായി മനക്കിലെ ദേവദത്തൻ തോറ്റുപോയത്. അവൻ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്ന് മനസ്സിലാവാതെ അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. ആ നിമിഷം അവൻ 2 അടി മുന്നോട്ട് നടന്നുകൊണ്ട് അവളുടെ തൊട്ടുമുന്നിലായി വന്നു നിന്നു. നിനക്കറിയോ തനു, ആദ്യമായി എനിക്ക് പ്രണയം തോന്നി ഞാൻ എന്റേതാണെന്ന് കരുതി മനസ്സിൽ പ്രതിഷ്ഠിച്ചവളെ തന്നെയാണ് ഞാൻ എന്റെ ശത്രുവിന്റെ സ്ഥാനത്ത് കണ്ടെന്നറിഞ്ഞ ആ നിമിഷം ദത്തൻ ആദ്യമായി തോറ്റുപോയത്. അവളുടെ 2 തോളിലും കൈകൾ വെച്ച് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിന്നുകൊണ്ട് അവൻ പറഞ്ഞത് ഒരു നിമിഷം അവന്റെ വാക്കുകളിൽ അർത്ഥം മനസ്സിലാക്കിയ തനു തറഞ്ഞു നിന്നുപോയി. പ്രണയം എന്നോട് പ്രണയാണെന്നല്ലേ ഇയാളിപ്പോ പറഞ്ഞ്? അതന്നെയല്ലേ ഇയാളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം? അതെനിക്ക് തോന്നിയതാണോ? അവന്റെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ അവൾ അങ്കലാപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു. എന്ത് ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ലേ നിനക്ക്? അവൻ ചോദിച്ചു കേട്ട് അവൾ അറിയാത്തന്നെ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. അതിനവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി. നിനക്ക് വിശ്വാസമാവില്ലെന്ന് എനിക്കറിയാം. കാരണം സ്നേഹിക്കുന്ന പെണ്ണിനെ ആരും ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കില്ലല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ട് ജനലിന്റെ സൈഡിലേക്ക് പോയി നിന്നു. ഒരു നിമിഷം പുറത്ത് കാണുന്ന കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി നിന്ന ശേഷം അവൻ വീണ്ടും അവിടെ നേരെ തിരിഞ്ഞു. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് തനു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു, എന്റെ പ്രാണനേക്കാളേറെ. അവളുടെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൾ പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു.
അവന്റെ വാക്കുകൾ അവൾക്ക് അപ്പോഴും അവിശ്വസനീയം തന്നെയായിരുന്നു. അതിന് കാരണം അവൻ പറഞ്ഞ പോലെ സ്നേഹിച്ച പെണ്ണിനെ ആർക്കെങ്കിലും ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ സാധിക്കുമോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അതിനോടൊപ്പം അവൾ ഇല്ലെന്ന രീതിയിൽ തല ഇരുവശത്തേക്ക് ആട്ടിക്കൊണ്ടിരുന്നു. അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോട് അവിടെ അരികിലേക്ക് തന്നെ നടന്നു വന്നു. തനു, അവനവളുടെ തോൾ കൈവച്ചിട്ട് വിളിച്ചതും എന്തൊക്കെയോ ചിന്തയിലായിരുന്നവൾ ഞെട്ടിലോടെ അവനെ നോക്കി. എനിക്കറിയാം, ഇപ്പോഴും നിനക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല. സാരമില്ല, ഇത്രയും നാളും നിന്നെ വെറുക്കാൻ വേണ്ടി ഞാൻ ഓരോന്നും ചെയ്ത് നിന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അതിന്റെ കാരണം നിനക്കെന്നെ അറിയാലോ. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ആൾ മുഖം കുനിച്ചു. എന്റെ ആ പ്രവൃത്തികളെല്ലാം നിന്റെ മനസ്സിൽ എന്നുള്ള വെറുപ്പാണ് നിറച്ചതെന്നറിയാം. പക്ഷേ ഇനി എനിക്കതിന് കഴിയില്ല തനു. നീ എന്റെയാണ്. ഈ ജീവിതകാലം മുഴുവൻ നീ എന്നോടൊപ്പം തന്നെ വേണം. നിന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന എന്നോടുള്ള വെറുപ്പ് മാറി അവിടെ പ്രണയം നിറയാൻ നിനക്ക് സമയം വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും നാളും നീ എന്റെ ക്രൂരതയിലേണ്ടത്. ഇനി മുതൽ നീ ദേവതത്തിന്റെ പ്രണയമാണ് കാണാൻ പോകുന്നത്. പ്രണയിച്ച് പ്രണയിച്ച് ഞാൻ എന്റെ പെണ്ണിനെ ഈ കരവലയത്തിനുള്ളിൽ ഒതുക്കും. അവളെ ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ടൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പിന്നിലേക്ക് തള്ളി മാറ്റി. തള്ളി മറിച്ച് ഇടവേണ്ട നീ എന്നെ. അവൾ തള്ളിയതും അവനൊന്ന് പിന്നിലേക്ക് ആഞ്ഞുകൊണ്ട് അവളെ നോക്കി ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. അവളവനെ ദേഷ്യത്തോടെ കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കില്ല വേണ്ടേ, കടിച്ച് തിന്നാൻ തോന്നുക. അവൻ കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ചു. അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് ഓടിക്കയറി. അവൾ പോയതും അവനൊരു പൊട്ടിച്ചിരിയോടെ സോഫയിലേക്ക് വന്നിരുന്നു. എനിക്കറിയാൻ തന്നെ, പൂർണ്ണ മനസ്സോടെ നിനക്ക് എന്നിലേക്ക് വന്നു ചേരാൻ കുറച്ചേറെ സമയം തന്നെ വേണ്ടി വരുന്നു. എത്ര സമയമെടുത്താലും ഒടുവിൽ നീ എന്നിലേക്ക് തന്നെ വന്നു ചേരണം തന്നെ. അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി ദത്തൻ. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ സോഫയുടെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. അപ്പോഴും അവന്റെ കണ്ണുകൾ അടഞ്ഞിടക്കുന്ന വാഷ്റൂമിന് നേർക്ക് തന്നെയായിരുന്നു. ഇതേ സമയം വാഷ്റൂമിലേക്ക് കയറിയ തനു ആകെ കൺഫ്യൂഷനിലായിരുന്നു. അയാൾ ഇത് എന്തൊക്കെയാ പറഞ്ഞേ? അയാൾക്ക് എന്നോട് പ്രണയാണെന്നോ? പക്ഷെ ഒരിക്കൽ പോലും അയാളുടെ കണ്ണിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഭാവം തോന്നിയിട്ടില്ലല്ലോ. അന്ന് അയാൾ എന്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ പോലും അയാളുടെ കണ്ണിൽ പ്രണയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് എന്നോട് പ്രേമം പൊട്ടിമുളച്ചാണോ? ഇല്ല, ഇതൊക്കെ അയാളുടെ അടവുകളാ, എന്നെ വരുതിലാക്കാനുള്ള അയാളുടെ തന്ത്രം. വാഷ്റൂമിനകത്തെ കണ്ണാടിയിലേക്ക് നോക്കിയെന്നുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് എന്നെ നോക്കി ആ കണ്ണുകളിൽ തെളിഞ്ഞെന്ന് പ്രണയം തന്നെ ആയിരുന്നില്ലേ? അപ്പൊ അയാൾ പറഞ്ഞൊക്കെയും സത്യമായിരിക്കുമോ? ദത്തൻ പറഞ്ഞ സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ അവൾ ആ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരുന്നു. മനസ്സിന്റെ ഒരു പാതി അവനെ വിശ്വസിക്കാൻ തയ്യാറാവുമ്പോൾ മറുപാതി അവനെ അവിശ്വസിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ കണ്ണാടിയിലൂടെ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട് മൂകയായി നിന്നു. ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയും ദത്തൻ പറഞ്ഞ പോലെ അവന്റെ പ്രണയം മുഴുവനായി അവളിൽ ഒഴുകി എത്തിക്കൊണ്ടിരുന്നു. അതിന്റെ ഫലമായി അവളുടെ കിടപ്പ് സോഫയിൽ നിന്ന് കട്ടിലേക്ക് മാറി. ആദ്യം അവൾ അതിനെ എതിർത്തുവെങ്കിലും പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അവൻ തൂക്കിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് ഇടുന്ന അവന്റെ ഭീഷണിയിൽ ഭയന്നുകൊണ്ട് കൊച്ചു പിന്നെ അവനെ കൂടുതൽ എതിർക്കാൻ നിൽക്കാതെ അവൻ പറയുന്ന അനുസരിച്ചു. കിങ് സൈസ് ബെഡായിരുന്നുകൊണ്ട് തന്നെ അവനെ തട്ടുകയോ മുട്ടുകയോ ചെയ്യുന്ന ഭയമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അവൻ കൂടുതൽ അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അവൾ അകന്നു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. പതിയെ അവനോടുള്ള അവളുടെ നീരസം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവന് വേണ്ട കാര്യങ്ങളെല്ലാം അവൾ തന്നെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അകന്നു നിൽക്കുന്നവളെ അതിനനുവദിക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവരുടെ ഓരോ ദിവസങ്ങളും സുന്ദരമാക്കി. അതിനിടയിൽ ശ്രീദേവി പലപ്പോഴും അവളുമായി കൊമ്പോർക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ അവരോട് തിരിച്ചു പ്രതികരിച്ചുകൊണ്ടിരുന്നു. അത് അവരിൽ അവളോട് കൂടുതൽ വെറുപ്പ് കൂട്ടുകയാണ് ചെയ്ത്. ദത്ത ഓഫീസിൽ പോകാനായി റെഡിയായിക്കൊണ്ടിരിക്കുന്ന ദത്തന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ശ്രീദേവി വിളിച്ചവും അവൻ തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? ഷർട്ടിന്റെ സ്ലീവ്സ് മടക്കി വെച്ചുകൊണ്ട് അവൻ അവരുടെ അരികിലേക്ക് ചെന്നു. നീ ഇറങ്ങാറായ ദത്ത? ഇപ്പൊ ഇറങ്ങും. എന്താ അമ്മ? അത് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അവർ പറഞ്ഞു കേട്ട് അവനെ നെറ്റി ഒളിഞ്ഞു. എന്താ അമ്മേ, എന്താ സംസാരിക്കാനുള്ളത്? അത് അവരുടെ കാര്യത്തിൽ ഇനി എന്താ നിന്റെ തീരുമാനം? ആരുടെ? അവരാരെയാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായെങ്കിലും അവനത് പുറമേ കാണിക്കാതെ അവരോടായി ചോദിച്ചു. അവള് തന്നെ, ആ നാശം പിടിച്ചവള്, കുടുംബം മുടിപ്പിക്കാനുണ്ടായ ജന്മം, തനുശ്രീ. അമ്മേ, ശ്രീദേവി തനുവിനെ പറ്റി മോശമായി സംസാരിച്ച് ഇഷ്ടപ്പെടാതെ ദത്തൻ അവർ നോക്കി ദേഷ്യത്തോടെ വിളിച്ചു. എന്താടാ? അവന്റെ ഭാവമാറ്റം കണ്ട് അവർ സംശയത്തോടെ ചോദിച്ചു. അമ്മ എന്തിനാ അവളെ കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത്? അവൾ എന്റെ ഭാര്യയാണെന്ന കാര്യം അമ്മ മറന്നുപോയത്. അവൻ കുറച്ച് കടുപ്പത്തിൽ തന്നെ അവരോടായി പറഞ്ഞു. ഭാര്യയോ? ഏത് വകയിലാടാ അവൾ നിന്റെ ഭാര്യയാവുന്നത്? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ആരും അറിയാ ഒരു താലി കിട്ടിയാ അവൾ നിന്റെ ഭാര്യയാവോ? അല്ലെങ്കിൽ തന്നെ ഇവളെ പോലുള്ളമാർക്കൊന്നും താലിയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ മാത്രമൊന്നും അറിയില്ല. പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നടക്കുന്നവളുമാരല്ലേ? അമ്മ എന്തൊക്കെ അനാവശ്യങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? അവര് പറയുന്നിട്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു.
എന്താടാ ഞാൻ പറഞ്ഞില്ലെന്താ തെറ്റ്? ആദ്യോടെ ചിറ്റ് എന്ന് പറയുന്നവൾ പണത്തിന് വേണ്ടി എന്റെ ഏട്ടനെ ചതിച്ചു. ഇപ്പൊ അവൾ അതേ പണത്തിന് വേണ്ടി തന്നെയല്ലേ നിന്റെ കൂടെ വന്നിരിക്കുന്നത്? എന്നിട്ട് ഏതോ ഒരു അമ്പലത്തിൽ പോയി താലി കിട്ടുന്ന പേരും അതുകൊണ്ട് മാത്രം നിന്റെ ഭാര്യയാവോ? അവൻ പറഞ്ഞിട്ട് അവർ ദേഷ്യത്തോടെ ചോദിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി അവളുടെ കഴുത്തിൽ വെറുതെ താലി കിട്ടുക മാത്രമല്ല ഞാൻ ചെയ്ത്, നിയമപരമായി തന്നെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞതാ. അവർ പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തോടെ അവർ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. എന്താ ദത്ത നീ പറഞ്ഞ്? നീ അവളെ നിയമപരമായിട്ട് വിവാഹം കഴിച്ചു എന്നോ? അവൻ പറഞ്ഞ് വിശ്വസിക്കാനാവാതെ അവർ ഞെട്ടലോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവളുടെ കഴുത്തിൽ താലി കെട്ടി 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ നിയമപരമായിട്ട് അവൾ എന്റെ ഭാര്യയാണ്. എല്ലാ അർത്ഥത്തിലും ഈ ദത്തന്റെ നല്ല പാതി, മിസ്സിസ് തനുശ്രീ ദേവദത്തൻ. ദത്ത എന്റെ പ്രാന്ത നീ വിളിച്ചു പറയുന്നത്? അവള് നീ നിയമപരമായിട്ട് വിവാഹം ചെയ്തെന്നോ? അവൾ നിന്റെ ഭാര്യയാണെന്നോ? നിനക്ക് എങ്ങനെ തോന്നി ദത്ത? അത് അവളെ പോലെ ഒരു പെണ്ണിനെ? ആ പറഞ്ഞു കേട്ട് അവർ പകപ്പോടെ ചോദിച്ചു. അതിന് അവൾക്ക് എന്താ അമ്മയെ കുഴപ്പം? അവൾ നല്ല പെൺകുട്ടിയല്ലേ? അവർ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ മുഖം ചുളിച്ചു. നല്ല പെൺകുട്ടി, ആ രേവതിയുടെ രക്തം തന്നെയല്ലേ? കല്യാണത്തിന് മുന്നേ പഴച്ചു പെറ്റവളല്ലേ അവള്? അതുപോലെ ഇവളും മാനം വിൽക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അവളെപ്പോലെ തന്നെയാ ഇവളും പിഴച്ചവള്. ദത്തൻ അലറുകയായിരുന്നു. അമ്മയോട് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവള് നിയമപരമായിട്ട് എന്റെ ഭാര്യയാണെന്ന്. അതുപോലെ അഗ്നിസാക്ഷിയായി ഞാൻ താലി കിട്ടിയ പെണ്ണാവള്. അങ്ങനെയുള്ള എന്റെ പെണ്ണിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്ന് മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു. നീ എന്താ മോനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവന്റെ ഭാവമാറ്റത്തിൽ പകച്ചുപോയ ശ്രീദേവി പതർച്ചയോടെ ചോദിച്ചു. പിന്നെ എങ്ങനെ സംസാരിക്കണം അമ്മ? എന്റെ ഭാര്യയെ കുറിച്ചാണ് അമ്മ ഇപ്പൊ ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ച്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് നീ അവളെ കല്യാണം കഴിച്ചൊരു കുഞ്ഞിന് വേണ്ടി മാത്രമല്ലേ? അന്ന് നീ അങ്ങനെയല്ലേ ഞങ്ങളോട് പറഞ്ഞ്? വെറും 2 വർഷത്തെ ഉടമ്പടി പ്രകാരം മാത്രമാ നീ അവളുടെ കഴുത്തിൽ താലി കിട്ടിയെന്ന്. അവളിലൂടെ നിനക്കൊരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം അവളോടൊന്നും പടിയിറക്കി വിടുന്നല്ലേ നീ പറഞ്ഞ്? എന്നിട്ടിപ്പോ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ ഒരു ദേഷ്യവും സംശയവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് അങ്ങനെ അങ്ങ് അവളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അമ്മേ. അമ്മ പറഞ്ഞ നേരാ, ഒരു കുഞ്ഞിന് വേണ്ടി തന്നെയാ അവളെ ഞാൻ വിവാഹം ചെയ്തത്. പക്ഷെ എന്റെ ആഗ്രഹം സാധിക്കുന്നതോടൊപ്പം ഈ ജീവിതകാലം മുഴുവൻ അവൾ എന്നോടൊപ്പം ഉണ്ടാവുകയും വേണം. കാരണം ഞാൻ സ്നേഹിച്ച പെണ്ണാമ്മ അവള്. ഈ മനക്കിലെ ദേവദത്തിന്റെ പ്രണയം. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവരൊരു പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? കല്യാണം കഴിക്കാനും കൂടെ പൊറപ്പിക്കാനൊക്കെ നിനക്ക് അവളെ കിട്ടിയുള്ളൂ. എന്താ അവളുടെ സൗന്ദര്യത്തിൽ നീ ഇത്ര പെട്ടെന്ന് മയങ്ങി വീണുപോയോ? ദേഷ്യവും സങ്കടവും കൊണ്ട് അവരുടെ സ്വരം വല്ലാതെ ഉയർന്നു പോയിരുന്നു. അമ്മ പ്ലീസ്, ഇനി അവളെ പറ്റി മോശമായിട്ട് അമ്മയൊന്നും സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. അമ്മ അവളെ പറ്റി പറയുന്ന ഓരോ വാക്കുകളും എന്റെ നെഞ്ചിലാവുന്ന തറക്കുന്നത്. ശരിയാ, അവളെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന് അവളെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാ. പക്ഷേ അതെനിക്ക് അവളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. ആ ഇഷ്ടത്തിന് മേലെയായി അവളുടെ കുടുംബത്തോടുള്ള പ്രതികാര ചിന്ത ഒന്നുകൊണ്ട് മാത്രമാ. മനസ്സിലെ ഇഷ്ടത്തെ കുഴിച്ചു മൂടി അവിടെ അവളോടുള്ള വെറുപ്പ് നിറക്കാൻ വേണ്ടി മാത്രമാ ഞാൻ അവളെ ഇത്രയും ദ്രോഹിച്ചത്. അവൻ അവരെ നോക്കി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. അവർ കേട്ടത് വിശ്വസിക്കാനാവാതെ അവനെ തന്നെ നോക്കി നിന്നു. ദത്താ മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? വേണ്ടടാ, അവൾ പോലൊരു പെണ്ണിനെ നിനക്ക് ചേരില്ല. നിനക്ക് ചേരുന്ന പെണ്ണിനെ അമ്മ തന്നെ നിനക്ക് കണ്ടെത്തി തരാം. അവളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അവരവനെ നോക്കി വാശിയോടെ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ എനിക്ക് വേണ്ടി അമ്മ വേറൊരു പെണ്ണിനെയും കണ്ടെത്തണ്ട. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു പെണ്ണ് അവളാ, തനുശ്രീ ദേവദത്തൻ. അവളല്ലാതെ ഈ ദത്തന്റെ ജീവിതത്തില് വേറൊരു പെണ്ണുണ്ടാവില്ല. അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് മുഖമുയർത്തി നോക്കിയതും തന്റെ മുമ്പിൽ നിൽക്കുന്നവരെ കണ്ട് അവനൊന്ന് ഞെട്ടി. ദത്തൻ പറഞ്ഞൊക്കെ കേട്ടുകൊണ്ട് അവിശ്വസനീയതയോടെ നിൽക്കുന്ന തനുവും ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയോടെ തൊട്ടടുത്തായി നിൽക്കുന്ന അപ്പച്ചിയും. ദത്തന്റെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിച്ച ശ്രീദേവിയും അവന്റെ കണ്ണുകൾ നീണ്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. മുന്നിൽ പകപ്പോടെ നിൽക്കുന്ന തനുവിനെ കണ്ട് അവരുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. അവർ വേഗം അവരുടെ അരികിലേക്ക് ചെന്ന് അവളുടെ തോളിൽ പിടിച്ച് പിന്നിലേക്ക് ആഞ്ഞു തള്ളി. ആ തനു, മോളെ മോളെ. തനൊരു നിലവിളിയോടെ പിന്നിലേക്ക് ആഞ്ഞു. ദത്തനൊരു ഞെട്ടലോടെ അവളെ പിടിക്കാനായി മുന്നിലേക്ക് ഓടി. അപ്പോഴേക്ക് അപ്പച്ചി അവളെ താങ്ങി പിടിച്ചിരുന്നു. തനു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ദത്തൻ വേഗം വന്ന് അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് അവൾ അടർത്തി മാറ്റി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴവൾ പകപ്പോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ദത്തൻ അവളെ പ്രണയിക്കുന്നതെന്ന് അവളോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും അതുപോലെ ഇത്രയും ദിവസം അവൻ തന്റെ പ്രണയം പൂർണ്ണമായ അവളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും അവൾക്ക് അതൊന്നും അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നായിരുന്നു സത്യം. അവൻ തന്നെ വീണ്ടും വേദനിപ്പിക്കാൻ അഭിനയിക്കുന്ന എന്നൊക്കെയായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ അവനിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അവന്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ശ്രവിക്കുമ്പോൾ അവൾ പോലും അറിയാതെ അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഏടത്തി എന്ത് പണിയായി കാണിച്ച്? മോളിപ്പോ വീഴിലായിരുന്നോ? രാജേശ്വരി ശ്രീദേവിയെ നോക്കി നീരസത്തോടെ ചോദിച്ചു. ഇവള് വീഴാൻ വേണ്ടി തന്നെയാ ഞാൻ തള്ളിയത്. വൃത്തിയിട്ടവള് ഇപ്പൊ എന്റെ മോനെ വരയിലാക്കി എടുത്തിരിക്കുന്നു.
രാജേശ്വരിയുടെ വാക്കുകൾക്ക് മറുപടി എന്ന പോലെ ശ്രീദേവി തനുവിനെ നോക്കി പല്ലേരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നറിയോ? അമ്മയോട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ഇവളെന്റെ ഭാര്യയാണെന്ന് ഇവളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നതെന്നും, എന്നിട്ടും അമ്മ എന്തിനാ ഇവളിങ്ങനെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്യുന്നത്? തനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തൻ ശ്രീദേവി നോക്കി നീരസത്തോടെ പറഞ്ഞു, ഇവളെ പറ്റി പറയുമ്പോ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ? പണ്ട് ഇതുപോലെയായിരുന്നു. ഇവളുടെ ചീറ്റയെ പറ്റി പറയുമ്പോ എന്റെ ഏട്ടന് ഇതുപോലെ പൊള്ളുമായിരുന്നു. എന്നിട്ട് എന്തായി? എന്റെ ഏട്ടനെയും ചതിച്ച് എന്റെ ഏട്ടന്റെ രക്തത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞിനെയും കൊന്ന് അവളിപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു. ഇനി ഇവളും അത് തന്നെ ചെയ്യും. ഒരു ഉളുപ്പില്ലാതെ നിന്നെയും ചതിച്ച് നിന്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞിനെയും കൊന്ന് ഇവള് വേറെ വല്ലവനെയും കൂടെ പോവും. എന്തായാലും എന്റെ ഏട്ടനുണ്ടായ ദുരന്തം എന്റെ മകനുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിന്റെ ആവശ്യം കഴിഞ്ഞ് ഇവൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക്. നിനക്ക് പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കോളാം. തനുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം ദത്തനോടായി അത്രയും പറഞ്ഞുകൊണ്ട് അവർ രാജേശ്വരിയുടെ നേരെ ഒന്ന് പാളി നോക്കി. ശേഷം മൂന്നുപേരെയും ഒന്നുകൂടെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവർ തിരിഞ്ഞടന്നു. അപ്പോഴും അവരുടെ മനസ്സേറെ രേവതിയോടുള്ള പക നിറഞ്ഞു നിന്നിരുന്നു. ശ്രീദേവി പോയതും തന്നെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന തനുവിനെ ദത്തനും നോക്കി. മറ്റേതോ ലോകത്ത് എന്ന പോലെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന തനുവിനെ കണ്ടതും അവിടെ നടന്നൊന്നും അവൾ അറിഞ്ഞിട്ടില്ലെന്ന് അവന് തോന്നി. അവൻ പതിയെ ആളെ തന്റെ ദേഹത്തിൽ നിന്ന് നടത്തി മാറ്റി. അപ്പോഴും അവൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. തനു, ദത്തൻ അവളെ തോളിലും തട്ടിക്കൊണ്ട് വിളിച്ചതും അവൾ ഞെട്ടിലോടെ മുഖമുയർത്തി അവനെ നോക്കി. ആ നിമിഷം അവളുടെ മനസ്സിൽ ശ്രീദേവി തന്നെ കുറിച്ച് മോശമായി സംസാരിച്ചതോ അവർ തന്നെ തള്ളി താഴെയിട്ടൊന്നും ആയിരുന്നില്ല. അവളുടെ മനസ്സേറെ ദത്തന്റെ വാക്കുകൾ മാത്രമായിരുന്നു. അവൻ തന്നെ നിയമപരമായി വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന വാർത്ത അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ തന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നപ്പോഴുമൊക്കെ തന്നെ അവന്റെ വരുതിയിലാക്കാനായി അവൻ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചായിരിക്കുമെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ടെന്നറിയാതെ അവൾ അവിശ്വസനീയതയോടെ തന്നെ അവനെ നോക്കി നിന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു തനു. അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ദത്തന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അവൾക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ തന്നെ വീണ്ടും ചതിക്കാൻ നോക്കുന്നതാണോ എന്ന് അവളുടെ മനസ്സ് എന്നെ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ തനിക്ക് വേണ്ടി ശ്രീദേവിയുടെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച ദത്തന്റെ മുഖവും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഏത് തള്ളണം ഏത് കൊള്ളണം എന്നറിയാതെ അവൾ അസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. തനു, പെട്ടെന്ന് പിന്നിൽ നിന്ന് ദത്തന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്നാടോ താനെന്താണോ ഇത്ര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അവനവളുടെ അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു. അതിനവൾ മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ. എന്താണോ എന്ന് താനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവൻ കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് നീങ്ങി നിന്ന ശേഷം അവൾ പിടിച്ചിരിക്കുന്ന ജനലഴികളിൽ വിരൽ ചേർത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ? യാതൊരു മുഖവരെയും കൂടാതെയുള്ള അവളുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവനൊന്ന് പകച്ചുപോയി. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അവളുടെ കണ്ണിലേക്ക് നോക്കിയെന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. ശേഷം പെട്ടെന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ മുഖം തിരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എന്നോട് പെരുമാറുന്ന രീതി, ഓവർ കെയറിങ്, പിന്നെ അവസാനമായിട്ട് നിങ്ങളുടെ അമ്മയോട് സംസാരിച്ച് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പക്ഷെ സ്നേഹിക്കുന്ന പെണ്ണിനെ ആർക്കെങ്കിലും റേപ്പ് ചെയ്യാൻ സാധിക്കുമോ? എത്രയൊക്കെ പ്രതികാരമാണെന്ന് പറഞ്ഞാലും അവളെ മാനം കെടുത്ത ഒരാണിന് സാധിക്കില്ല. ആൾ അവന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനവളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ തലവിനിച്ചു. ഒരല്പ നിമിഷം ഇരുവർക്കും ഇടയിൽ മൗനം തളം കെട്ടി. അത് കഴിഞ്ഞതും ദത്തിന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. നീ പറഞ്ഞത് ശരിയാ. സ്നേഹിക്കുന്ന പെണ്ണിനെ ദ്രോഹിക്കാൻ ഒരു പുരുഷനും സാധിക്കില്ല. മനസ്സിൽ നിന്നോടുള്ള പ്രണയത്തിന് മുകളിലായി പ്രതികാരം നിറഞ്ഞെന്നപ്പോ അങ്ങനെ സംഭവിച്ചു പോയി. മാപ്പറിയിക്കാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ക്ഷമിക്കണമെന്ന് പറയാൻ മാത്രമേ ഇപ്പൊ എനിക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞുപോയ നാളുകളിലേക്ക് തിരികെ പോയി ചെയ്തു പോയ തെറ്റുകളെല്ലാം തിരുത്താൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ. അതിനു പകരമായി ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. ആ ഉറപ്പ് നിനക്ക് തരാം. ഒരിക്കലും ഒന്നിനു വേണ്ടിയും ഇനി നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. ചുവപ്പ് രാശി പടർന്നേറെ കണ്ണുകളോട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ നിർവികാരതയോടെ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്തെ നിർവികാരത അവനെ സങ്കടത്തിലാഴ്ത്തി. എങ്കിലും അവനത് പുറമേ കാണിക്കാതെ അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ തനിക്ക് ഇനിയും സമയം വേണമെന്ന്. ഇറ്റ്സ് ഓക്കെ, ഞാൻ കാത്തിരുന്നോളാം. അത്രയും പറഞ്ഞ ശേഷം അവളുടെ കവിളിൽ നിന്നും മൃദുവായി തട്ടിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയത് അവളൊരു നെടുവീർപ്പോടെ വീണ്ടും പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. താഴേക്കുള്ള പടികൾ ഇറങ്ങി വന്ന ദത്തന്റെ അരിയിലേക്ക് ശ്രീദേവി ദേഷ്യത്തോടെ വന്നു നിന്നു. ദത്ത, എനിക്ക് ഇതിനോട് സംസാരിക്കാനുണ്ട്. ഇടം കയ്യിലെ വാച്ചിലെ സ്ട്രിപ്പ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ ദത്തൻ ശ്രീദേവിയുടെ വാക്കുകൾ കേട്ട് അവരെന്ന് തിരിഞ്ഞു നോക്കി. അമ്മ, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫീസിലെത്തണം. നമുക്ക് പിന്നെ സംസാരിക്കാം. അവരോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പറ്റില്ല ദത്ത, എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. ഇതിന് ഇന്നൊരു തീരുമാനം എടുത്തിട്ട് നീ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയാൽ മതി. ആരോന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ദത്തൻ ആ ഒരു നിമിഷം കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് നോക്കി നിന്നു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സോഫയിലേക്ക് പോയിരുന്നു. ശരി, അമ്മ പറയും. എന്താ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത്? തനുവിനെ കുറിച്ചാണെങ്കിൽ അവളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞാൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല.
അവൻ അവരുടെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു. അവരുടെ മുഖമാകെ വലിഞ്ഞു മുറുകി. നടക്കില്ല ദത്ത, ഞാനിതൊരിക്കലും അംഗീകരിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവള് നിന്റെ ഭാര്യയായിട്ട് വാഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ പ്രതികാരം ഇനി വേണ്ട. ഇന്ന് തന്നെ അവളെ ഇവിടുന്ന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടായിക്കോ. ഇനി ഒരു നിമിഷം പോലും അവളെ ഇവിടെ നിർത്താൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ നിനക്കുള്ള പെൺകുട്ടി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്റെ കൂട്ടുകാരി ശ്യാമയുടെ ഒരേ ഒരു മകൾ ഗൗരി. ആ കുട്ടി ലണ്ടനിൽ MBA ചെയ്യുക. 6 മാസം കൂടി കഴിഞ്ഞ അവളുടെ കോഴ്സ് കഴിയും. അവള് നാട്ടിലേക്ക് വന്ന ആ നിമിഷം നിങ്ങളുടെ വിവാഹം നടത്തണം. ഞാൻ അവർക്ക് വാക്കുകൊടുത്തു കഴിഞ്ഞു. ആ ഒരു ഉറച്ച തീരുമാനം പോലെ പറഞ്ഞു കേട്ട് അവൻ അവരെ നോക്കി. ഞാൻ ആരെ വിവാഹം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണമെന്ന് അമ്മയാണ് തീരുമാനിക്കുന്നത്. ഈ ദത്തന്റെ മനസ്സിനും ശരീരത്തിനും ഒരേ ഒരു അവകാശം ഉണ്ടാവുള്ളൂ. അത് തനുശ്രീ എന്നതിന്റെ ഭാര്യ. അവളുടെ സ്ഥാനത്തേക്ക് മറ്റൊരുളെയും കൊണ്ട് വരാൻ അമ്മ ശ്രമിക്കണ്ട. പിന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ദത്തിന് ഇവിടെ ഉണ്ടാവുന്ന കാലത്തോളം അവളും ഇവിടെ തന്നെ ഉണ്ടാവും. അവൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന അവളുടെ തൊട്ടു പിന്നാലെ തന്നെ ഈ ദത്തിനും ഉണ്ടാവും. ആരും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയതും കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്ത അറിഞ്ഞിരിക്കായിരുന്നു അവർ. ദത്ത മോനെ, നീ എന്തൊക്കെയായി പറയുന്നതെന്നറിയോ? അവളെപ്പോലുള്ള ഒരുത്തിക്ക് വേണ്ടി നീ കുടുംബത്തെ തന്നെ ഉപേക്ഷിക്കുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ. അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ തൊട്ടു പിന്നാലെ ഞാനും പോകുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ ഭാര്യയുടെ കൂടെയല്ലേ ഞാനും നിൽക്കേണ്ടത്? ആ ഒരു ഇടർച്ചയോടെ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു. ഓഹോ, അപ്പൊ നീ നിന്റെ പ്രതികാരമൊക്കെ അങ്ങ് മറന്നോ? രേവതിയോട് ക്ഷമിക്കാൻ തീരുമാനിച്ചോ? അവൻ പറഞ്ഞിട്ട് അവർ പരിഹാസത്തോടെ ചോദിച്ചു. രേവതി എന്ന സ്ത്രീയോട് ഞാനൊരിക്കലും ക്ഷമിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ പേരിൽ ഇനി തനുവിനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. തനുവിന് ഞാൻ ഇത്രയും ദ്രോഹിച്ച പോലും രേവതി എന്ന സ്ത്രീയോടുള്ള പ്രതികാരം മുന്നിൽ കണ്ട് മാത്രമാണ്. പക്ഷേ ഇനിയൊന്നും പറ്റില്ല. എനിക്കിപ്പോ പ്രതികാരത്തേക്കാൾ വലുത് പ്രണയം തന്നെയാണ്. ദത്ത, രേവതി കാരണം നമ്മുടെ കുടുംബം തകർന്നു പോയത് അത് നീ മറക്കരുത്. ആ ഒരു ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് രേവതിയെ ശിക്ഷിച്ചാ പോരെ അമ്മ? തനു എന്ത് വിളിച്ചു? അവളുടെ ചിറ്റയായ രേവതി ചെയ്ത തെറ്റുകളുടെ ശിക്ഷ അവളും അനുഭവിക്കണം. തുടരും.